ഈ ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ്റഗ്രൽ ഓഫ് 1/√(x−1 × x−2 dx). ഇതാണ് ക്വസ്റ്റ്യൻ. നമുക്കൊരു കാര്യം ചെയ്താലോ. x−1 × x−2 ഓപ്പൺ ചെയ്യുമ്പോൾ x²ഒരു ടേം വരില്ലേ, ക്വാഡ്രാറ്റിക് എക്സ്പ്രഷൻ. നമുക്കൊന്ന് ആദ്യം ഒന്ന് ബ്രാക്കറ്റ് ഒന്ന് ഓപ്പൺ ചെയ്തേക്കാം. 1/√. അറിയാമല്ലോ ഓപ്പൺ ചെയ്യാൻ. x × x x², x × -2 -2x, -1 × x -x, -1 × -2 +2 dx. ഓപ്പൺ ചെയ്തത് മനസ്സിലായല്ലോ. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ പിന്നെ റൂട്ടുള്ള കാര്യം മറന്നു പോകരുത്. മിക്കവരും പ്രോബ്ലം ചെയ്യുമ്പോൾ ചിലപ്പോൾ റൂട്ട് മറന്നു പോവും. റൂട്ട് എഴുതിയില്ലെങ്കിൽ ആൻസർ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റായി മാറും. 1/√(x²) -2x -x കൂടി -3x +2 dx. ഒരു ക്വാഡ്രാറ്റിക് എക്സ്പ്രഷൻ ഉള്ള ഒരു ഇൻ്റഗ്രലാണ്. ഓക്കെ, അപ്പോൾ ഇത് പെർഫെക്റ്റ് സ്ക്വയർ ആക്കിയിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഇൻ്റഗ്രൽ ഓഫ് 1/. റൂട്ടിടാ. x² വെച്ചിട്ട് തന്നെയല്ലേ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ആദ്യം തന്നെ x എഴുതാം, ബ്രാക്കറ്റ് ഇട്ട് x ഇടാം. എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് -3 അല്ലേ. എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് എന്താണോ അതിൻ്റെ ഹാഫ് എടുക്കുക. എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് -3 ആണ്. -3യുടെ ഹാഫ് -3/2 ആണ്. ഹോൾ സ്ക്വയർ ഇടുക. ഇത് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ 2 ടേം ശരിയായിരിക്കും. നമ്മളത് വെരിഫൈ ചെയ്ത് സമയം കളയേണ്ട ആവശ്യമില്ല. ആ മൂന്നാമത്തെ നമ്പറില്ലേ, അത് മാത്രമേ വ്യത്യാസം വരുള്ളൂ. ഇത് എക്സ്പാൻഡ് ചെയ്താൽ ലാസ്റ്റ് വരുന്ന ടേം എന്തായിരിക്കും? 9/4 ആയിരിക്കും. അതായത് 3/2 ഹോൾ സ്ക്വയർ 9/4 ആയിരിക്കും. ഇത് എക്സ്പാൻഡ് ചെയ്താൽ അവസാനം വരുന്ന ടേം 9/4 ആണ് കിട്ടുന്നത്. പക്ഷെ നമുക്ക് വേണ്ടത് 2 ആണ്. 9/4ൻ്റെ കൂടെ എന്ത് നമ്പർ ആഡ് ചെയ്യണം 2 കിട്ടാൻ? അത് പെട്ടെന്ന് പറയാൻ ബുദ്ധിമുട്ടായിരിക്കും, ഫ്രാക്ഷൻ ആയതുകൊണ്ട്. അപ്പോൾ ഒരു വഴി പറഞ്ഞുതരാം. ഇത് അവസാനിക്കുന്നത് 9/4-ലല്ലേ. ആ 9/4 വെട്ടിപ്പോവാൻ വേണ്ടി -9/4 എഴുതി. a - b ഹോൾ സ്ക്വയർ അവസാനിക്കുന്നത് +b² അറിയാലോ. അപ്പോൾ ഇത് അവസാനിക്കുന്നത് +9/4-ലാണ്. ആ +9/4 വെട്ടിപ്പോവാൻ വേണ്ടി -9/4 എഴുതി. അപ്പോൾ 9/4ഉം -9/4ഉം കൂടി ക്യാൻസലായി. ഇവിടെ യാതൊരു നമ്പറും ഇല്ലപ്പോൾ. നമുക്ക് വേണ്ട നമ്പർ 2 ആണല്ലോ. ആ 2 ഇവിടെ എഴുതി ചേർത്താൽ ശരിയായിക്കോളും. അപ്പോൾ അവസാനത്തെ നമ്പർ വെട്ടിപ്പോവാൻ വേണ്ടി അത് എഴുതാം. അപ്പോൾ നമ്പറേ ഇല്ല ഇവിടെ. എന്നിട്ട് വേണ്ട നമ്പറായ 2 അവിടെ എഴുതി ചേർക്കാം. dx. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ ഇൻ്റഗ്രൽ ഓഫ് എന്തോരം? അടുത്ത സ്റ്റെപ്പിൽ ഇൻ്റഗ്രൽ ഓഫ് 1/√(x−3/2 ഹോൾ സ്ക്വയർ). x−3/2 ഹോൾ സ്ക്വയർ ഇത് ചെയ്യാൻ അറിയാമല്ലോ. -9/4 +2 എന്ന് വായിക്കുക. ഇത് പലരും തെറ്റിക്കാറുണ്ട്. സൈഡിലായിട്ട് എവിടെയെങ്കിലും കാൽക്കുലേഷൻ ചെയ്താൽ കിട്ടും. മൈനസ് എഴുതാൻ മറന്നുപോയി. ഇത് രണ്ടും ആഡ് ചെയ്യുമ്പോഴേ -9/4 +2 ആണ്. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ചെയ്യാൻ അറിയാമല്ലോ. ഞാനത് ഡിസ്കസ് ചെയ്യണ്ടല്ലോ. ഇത് രണ്ടും തമ്മിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ -1/4 ആണ് കിട്ടുക. -1/4 dx. അടുത്ത സ്റ്റെപ്പിൽ ഇൻ്റഗ്രൽ ഓഫ് 1/√(x−3/2 ഹോൾ സ്ക്വയർ) -1/4നെ നമുക്ക് 1/2 ഹോൾ സ്ക്വയർ എന്ന് എഴുതാമല്ലോ. 1/4നെ എങ്ങനെ എഴുതാം? 1/2 ഹോൾ സ്ക്വയർ എന്ന് എഴുതാൻ പറ്റും. ശരിയല്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് ഏത് റിസൾട്ടായിട്ട് കമ്പയർ ചെയ്യാം? ഞാനിവിടെ എഴുതാം. ഏത് റിസൾട്ടാണെന്ന് അറിയാമോ? ഇൻ്റഗ്രൽ 1/√(x² - a². ശരിയല്ലേ? നോക്കിയേ, 1/√(x² - a².
നമ്മൾ പഠിച്ചിട്ടുള്ളത് ചിലപ്പോൾ പ്ലസ് ഓർ മൈനസ് ആയിരിക്കാം, അത് കുഴപ്പമില്ല. ഓക്കെ, ഇങ്ങനെ എഴുതിയിട്ട് ഞാൻ മൈനസ് ആക്കാം, അതായത് നല്ലത്. 1/√(x² പ്ലസ് ഓർ മൈനസ് a² പഠിച്ചിട്ടുണ്ട്. ലോഗ് എക്സ് പ്ലസ് √(x² പ്ലസ് ഓർ മൈനസ് a². ഇങ്ങനെ ഒരു റിസൾട്ട് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഇത് എഴുത്, എന്നിട്ട് കാര്യം ചെയ്യാം. x² മൈനസ് a² ആണല്ലേ. പ്ലസ് മാറ്റ് മൈനസ് ആക്കുക, പ്ലസ് മാറ്റി മൈനസ് ആയി, അത്ര തന്നെ. ലെഫ്റ്റ് സൈഡിൽ പ്ലസ് ആണെങ്കിൽ ഇവിടെ പ്ലസ്, ലെഫ്റ്റ് സൈഡിൽ പ്ലസ് a² ആണെങ്കിൽ അങ്ങനെയാണ്. ലെഫ്റ്റ് സൈഡിൽ പ്ലസ് a² ആവുമ്പോൾ റൈറ്റ് സൈഡിൽ പ്ലസ് a², ലെഫ്റ്റ് സൈഡിൽ മൈനസ് a² ആവുമ്പോൾ റൈറ്റ് സൈഡിൽ മൈനസ് a². നമ്മൾ പഠിച്ചതാണ് നമ്മൾ ഇത് പഠിച്ച കാര്യമാണ്. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ മൈനസ് a² ആണെങ്കിൽ റൈറ്റ് സൈഡിലും മൈനസ് a², വേറെ ചേഞ്ച് ഒന്നുമില്ല. അപ്പോൾ ഈ ഫോമിലാണ് ഇത് വന്നിരിക്കുന്നത്, 1/√(x² മൈനസ് a². കമ്പയർ ചെയ്യുമ്പോഴേ എക്സിൻ്റെ സ്ഥാനത്ത് എന്താ വന്നിരിക്കണേ നോക്കിയേ, ഇവിടെ സൂക്ഷിച്ച് നോക്കിയേ. എക്സിന് പകരം വന്നിരിക്കുന്നത് x-3/2 ആണ് അല്ലേ. എക്സിന് പകരം വന്നിരിക്കുന്നത് x-3/2. a² എക്ക് പകരം വന്നിരിക്കുന്നത് 1/2 ആണ് അല്ലേ. എക്ക് പകരം 1/2. നേരെ ഈ ഫോർമുലയിൽ ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ ആൻസർ ഈസ് ലോഗ് മോഡുലസ്. എക്സിന് പകരം എന്ത് എഴുതണമെന്നാണ് ഞാൻ പറഞ്ഞേ, x-3/2 പ്ലസ് √(x² അല്ലേ. എക്സിന് പകരം x-3/2 എഴുതണമെന്നല്ലേ പറഞ്ഞേ. അപ്പോൾ x² എന്ന് പറയുമ്പോൾ x-3/2² മൈനസ് a², മൈനസ് എഴുതി a². a² എന്ന് പറയുമ്പോൾ 1/2². ആ ഫോർമുലയിൽ ഈ എക്സിൻ്റെയും എയുടെയും വാല്യൂ ഇട്ട് കൊടുത്തു. ഒരു സ്റ്റെപ്പും കൂടിയും വരും, ലോഗ് x-3/2. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. പ്ലസ് √. ഈ എക്സ്പ്രഷൻ നോക്കിയേ, ഇതെന്തായിരുന്നു ഓർമ്മയുണ്ടോ? x-3/2² മൈനസ് 1/2² എന്ന് പറഞ്ഞാൽ ഇയാളെ പെർഫെക്റ്റ് സ്ക്വയർ ആക്കിയതല്ലേ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, x² മൈനസ് 3x+2 ഇതിനെ പെർഫെക്റ്റ് സ്ക്വയർ ആക്കിയിട്ടല്ലേ എനിക്ക് ഇങ്ങനെ കിട്ടിയത്, x-3/2² മൈനസ് 1/2² കിട്ടിയത്. അപ്പോൾ നമുക്ക് ഇതിനെ പഴയ പോലെ തന്നെ എഴുതാമല്ലോ, പഴയ രൂപത്തിൽ എഴുതാം. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതായിരുന്നു, x² മൈനസ് 3x+2 ആയിരുന്നു. അപ്പോൾ എഴുതട്ടെ, x² മൈനസ് 3x+2. ഇതാണ് ആൻസർ.